ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ വേറൊരു പേര് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയും. എന്താണ് ഇനി ഈ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ? രണ്ട് ട്രയാങ്കിൾസ് അതിൻ്റെ ഷേപ്പും സൈസും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ആണോ നോക്കാൻ അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 റൂൾസ് ഉണ്ട്. ആ 5 റൂൾസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് SSS റൂൾ. SSS റൂൾ മീൻസ് സൈഡ് സൈഡ് സൈഡ്. SSS മീൻസ് സൈഡ് 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 റൂൾ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും വേറൊരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിനും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ അതിന് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി ഈക്വൽ ആംഗിൾസ് ഓഫ് ദി ഫോളോയിങ്. രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ. അതിന് എന്തൊക്കെ തന്നിട്ടുണ്ട്? രണ്ട് ട്രയാങ്കിൾസ് നോക്കി. ഇവിടെ AB ഈസ് ഈക്വൽ ടു ABC എന്ന് പറഞ്ഞിട്ട് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് AB ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, AC ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, BC ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ട്രയാങ്കിൾ PQR, അതിൽ PQ ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, QR ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആൻഡ് PR ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. സൈഡ്സ് എല്ലാം ഈക്വൽ ആണല്ലോ. സൈഡ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം നോക്കിക്കേ, നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഒന്ന് എഴുതി നോക്കാം. ഉള്ള സൈഡ്സ് നോക്കിക്കേ. AB ഏത് സൈഡിനാണ്? PQRൽ ഏത് സൈഡിനാണ് ഈക്വൽ? AB ഇവിടെ 4 ഉള്ള സൈഡ് ഏതാ? ഇവിടെ QR. നെക്സ്റ്റ് AC എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉള്ളത് PQ. അടുത്തത് BC ഇവിടെ ആർക്ക് ഈക്വൽ ആണ്? BC ഈസ് ഈക്വൽ ടു PR. അപ്പോൾ AB ഈസ് ഈക്വൽ ടു QR ആണ്. AB ഈസ് ഈക്വൽ ടു QR ആണെന്നുണ്ടെങ്കിൽ ABക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഏത് ആംഗിൾ ACBയും QRന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ QPRും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതി വെക്കാമല്ലോ. ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ആംഗിൾ QPR. നെക്സ്റ്റ് AC ഈസ് ഈക്വൽ ടു എന്താണ്? PQ ആണ്. AC 3 സെൻറ്റിമീറ്റർ AC, ഇത് PR. ACക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ ABC. ഇവിടെ PQന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ PRQ. ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ PRQ. നെക്സ്റ്റ് BC ഈസ് ഈക്വൽ ടു PR ആണ്. BC ഈസ് ഈക്വൽ ടു PR ആകുമ്പോൾ BCക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ BAC. ഇവിടെ PRന് ഓപ്പോസിറ്റ് കിടക്കുന്നത് PQR. ആംഗിൾ BAC ഈസ് ഈക്വൽ ടു ആംഗിൾ PQR. അപ്പോൾ എല്ലാ ആംഗിൾസും എന്തായി? ഈക്വലായി. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് SAS rule, that is side angle side. അതെന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സിനും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വൽ ആയാൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Triangle ABC and next triangle PQR. Then
4 centimeter, 5 centimeter, that is 60 degree. ഇവിടെ 4 centimeter, 5 centimeter, 60 degree. ഇവിടെ എന്താണ്, രണ്ട് സൈഡ്സ് ഇൻക്ലൂഡഡ് ആംഗിൾ, മറ്റു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനും ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വലായി. അപ്പോൾ ട്രയാങ്കിൾസ് എന്തായി, ഈക്വലായി അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കി വരുന്ന സൈഡും എന്തായിരിക്കും, ഈക്വലായിരിക്കും. ബാക്കിയുള്ള ആംഗിൾസും എന്തായിരിക്കും, ഈക്വലായിരിക്കും. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ASA റൂൾ, ദാറ്റ് ഈസ് ആംഗിൾ സൈഡ് ആംഗിൾ. ദാറ്റ് ഈസ് ഒരു ട്രയാങ്കിൾ ABC, നെക്സ്റ്റ് ട്രയാങ്കിൾ PQR, രണ്ട് ആംഗിളും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ്. ദെൻ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ P ആണെന്നിരിക്കട്ടെ, ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ Q ആണെന്നിരിക്കട്ടെ, AB ഈസ് ഈക്വൽ ടു PQ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡും വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസിനും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡിനും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയിരിക്കും. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തായിരിക്കും, സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് ASA റൂൾ. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് AAS റൂൾ, ദാറ്റ് ഈസ് ആംഗിൾ സൈഡ് റൂൾ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസും അതിൻ്റെ ഒരു നോൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈഡ്, വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസിനും നോൺ ഇൻക്ലൂഡഡ് സൈഡിനും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും. നോക്കിയേ, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. A is equal to P, B is equal to Q and AC is equal to PR. രണ്ട് ആംഗിൾസും അതിൻ്റെ നോൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈഡ്, വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസിനും നോൺ ഇൻക്ലൂഡഡ് സൈഡിനും ഈക്വലായി. ദെയർഫോർ എന്താണ്, ABC and PQR are equal triangles or congruent triangles. Next one is RHS rule. RHS rule means right angle triangle ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനൂസ് ഒരു സൈഡ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനൂസും ഒരു സൈഡ്. അതെന്താ പറയുന്നത് വെച്ചാൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനൂസും എനി വൺ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ് വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനൂസിനും ഒരു സൈഡിനും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ABC, another right angle triangle PQR. hypotenuse means 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് എന്ത്, ഹൈപ്പോട്ടനൂസ്. AC is equal to PR ആവണം. ദെൻ ഇനി വൺ സൈഡ്, ഒന്നെങ്കിൽ BC is equal to RQ, അല്ലെന്നുണ്ടെങ്കിൽ AB is equal to PQ. ഏതെങ്കിലും ഒരു സൈഡും ഹൈപ്പോട്ടനൂസും വേറെ മറ്റേ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനൂസിനും ഇനി വൺ സൈഡിനും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 5 റൂൾസാണ് സാധാരണയായിട്ട് കോൺഗ്രുവൻസിയിൽ നോക്കുന്നത്. ഈ റൂൾസിൽ വെച്ചിട്ട് കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സൈഡുകളും ബാക്കിയുള്ള ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിനായിട്ട് കാണുന്നത്.